നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരി എന്നാ പോട്ടെ. എന്താ മോളെ ആകെ പേടിച്ചു നിൽക്കുന്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോള് പേടിക്കണ്ട, ഞാൻ അരവിന്ദാക്ഷൻ, പോലീസാ. എന്താ പ്രശ്നം ധൈര്യമായിട്ട് പറ. സാറ്, എനിക്ക് മഞ്ജുനെ ഒന്ന് കാണണം. മഞ്ജു ഇപ്പൊ കുറച്ച് ടെൻഷനിലാണ് മോളെ. അവളെ ഇപ്പൊ ബുദ്ധിമുട്ടിച്ചാൽ ശരിയാവില്ല. സാർ, എനിക്ക് മഞ്ജുനോടൊന്ന് സംസാരിച്ചേ പറ്റൂ. എനിക്ക് സഞ്ജയെ പറ്റി ചില കാര്യങ്ങൾ പറയാനുണ്ട്. സഞ്ജയെ പറ്റിയോ? ആ അതെ സാർ. മോളുടെ പേരെന്താ? ഹരിത. മോളിക്ക് വന്നേ, വാ വാ. മഞ്ജു, ഹരിത കല്യാണം കൂടാൻ വന്നതാണോ? മുടക്കാൻ വന്നതാ. മഞ്ജു സഞ്ജയെ ഒരിക്കലും കല്യാണം കഴിക്കരുത്. അവനെ പോലൊരു ദുഷ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോ ഹരിത കൊടുത്ത കേസ് 100% സത്യമായിരുന്നു. പിന്നെ എന്തിനാ മോളെ നീ മഞ്ജുവിനോട് കള്ളം പറഞ്ഞത്? മോളോട് ഇത്ര മോശമായി പെരുമാറിയ ഒരാളെ സംരക്ഷിക്കാൻ ശ്രമിക്കാണ് വേണ്ടത്. എനിക്ക് സഞ്ജയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് സർ. പക്ഷെ അവനെതിരെ നിൽക്കാനുള്ള ആൾബലമോ പണമോ ഒന്നും എന്റെ കയ്യിലില്ല. അവനെതിരെ കേസ് കൊടുക്കാൻ എനിക്ക് ധൈര്യം തന്നത് മാധവൻ സാറാ. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോ എന്റെ ധൈര്യം ചോർന്നുപോയി. അതുകൊണ്ട് മാത്രം ആ വൃത്തികെട്ടവൻ ഇന്ന് പുറത്തിറങ്ങി നടക്കുന്നത്. ഇതിന്റെ കുറ്റബോധം എനിക്ക് എന്നും ഉണ്ടായിരുന്നു. എന്നിട്ടാണോ സഞ്ജയനെ കുറിച്ച് മഞ്ജുവിനോട് നുണ പറഞ്ഞത്? എന്റെ ഗതികേടുണ്ട് സർ. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എന്ത് ഗതികേട്? എല്ലാം ഞാൻ പറയാം സർ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന ഒരാളുടെ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നെ പറഞ്ഞു പറ്റിക്കുമ്പോ ഉണ്ടാവാത്ത മനസാക്ഷി കുത്ത് ഇപ്പൊ ഹരിതയ്ക്ക് എങ്ങനെയാ ഉണ്ടായത്? എന്റെ അമ്മ തന്നെ എനിക്ക് ധൈര്യം തന്നത്. സഹായിച്ചവരോട് നന്ദികേട് കാണിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് അമ്മ പറഞ്ഞു. മഞ്ജുന്റെ ജീവിതം നശിക്കാൻ പോണെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരുന്ന മാധവൻ സാറിന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല.
നുണ പറഞ്ഞതിന് മഞ്ജു എന്നെ എത്ര വേണമെങ്കിലും വെറുത്തോളൂ, ഞാനത് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും സഞ്ജയ് വിവാഹം കഴിക്കരുത്. ഈ കല്യാണം നടക്കരുത്. ഹരിതയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. സഞ്ജയ് ഒളിച്ചോടിപ്പോയി, കല്യാണം മുടങ്ങി. ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ മഞ്ജുന്റെ ജീവിതം നശിച്ചേനെ. ഇത് ദൈവനിശ്ചയെന്ന് കരുതിയാ മതി. ഇനിയിപ്പോ അങ്ങനെ കരുതാനല്ലേ പറ്റുള്ളൂ. ഞാൻ മഞ്ജുവിനോട് ചെയ്തത് വലിയ തെറ്റാണ്. സോറി. സാരമില്ല. എന്റെ അച്ഛന് സഞ്ജയുടെ കാര്യത്തിൽ തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായല്ലോ. എനിക്കത് മതി. ഹരിതയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഹരിതയ്ക്ക് സത്യം പറയാൻ തോന്നിയല്ലോ. എന്നാലും ഇത്രയും വൈകിപ്പിക്കണ്ടായിരുന്നു. ഞാനൊരു ദിവസം മഞ്ജുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. പക്ഷെ വരുന്ന വഴിക്ക് എന്നെ കണ്ട ഗോപാൽജി സഞ്ജയും എന്നെ ബലമായി പിടിച്ചോണ്ടുപോയി. അവരെന്നെ പൂട്ടിയിട്ട മുറിയിന്ന് രക്ഷപ്പെട്ട ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗോപാൽജിക്കും ഇതിൽ പങ്കുണ്ടോ? സഞ്ജയ്ക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും. അവന് മഞ്ജുവിനെ കല്യാണം കഴിക്കണം തോന്നിയോണ്ട് മാത്രം എന്നെയും എന്റെ അമ്മയും ഭീഷണിപ്പെടുത്തി ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. എന്നാലും അവസാന നിമിഷം സഞ്ജയ് എന്തിനാ ഒളിച്ചോടിയെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. കല്യാണം അടുത്തപ്പോ എന്നെയും ഗിരിയും ചേർത്തുള്ള കഥകളെല്ലാം സത്യമാണെന്ന് അവന് തോന്നിക്കാണും. കാശുകാരുടെ ഇഷ്ടങ്ങളൊക്കെ അപ്പപ്പം മാറില്ലേ. നമ്മൾ പാവങ്ങളാ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത്. എന്നാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. മോളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി എഴുതിത്താ അവർക്കെതിരെ ഞാൻ നടപടിയെടുക്കാം. അതൊന്നും വേണ്ട സർ. ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വരാനുള്ള കാരണം മഞ്ജുവിനെ സഞ്ജയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മാത്രം. അവരെ നിയമത്തിന്റെ വഴിയിൽ തോൽപ്പിക്കാൻ കഴിയുന്ന എനിക്ക് വിശ്വാസമില്ല. എന്നാലും ഹരിത പറഞ്ഞതിലും കാര്യമുണ്ട് സർ. പ്രതികാരം ചെയ്യാനൊന്നും നടക്കണ്ട. ഗോപാൽജിയുടെയും സഞ്ജയുടെയും കണ്ണിപ്പെടാതെ ദൂരെ എവിടെയെങ്കിലും അമ്മയും കൂട്ടി സമാധാനത്തോടെ നിങ്ങൾ ജീവിച്ചാൽ മതി. തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിന് ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് വെച്ച് നമ്മൾ അതിനെ ഇറങ്ങി പുറപ്പെടേണ്ട ഒരു കാര്യമില്ല. മുകളിലൊരാളെല്ലാം കാണുന്നുണ്ടല്ലോ. ദൈവം ശിക്ഷിച്ചോളൂ. ഹരിത പൊയ്ക്കോളൂ. ദേ, ഈ വഴി പോയാ മതി. ഗോപാൽജിയുടെ കണ്ണിപ്പെടണ്ട. സഞ്ജയ് ഒളിച്ചോടിപ്പോയത് നന്നായി. ഞാൻ കാരണം വീണ്ടും എന്റെ കുടുംബം നാണം കിടാൻ പോവോ? ഗിരിയെക്കുറിച്ച് മോളൊരു തീരുമാനം എടുത്തോ? ഗിരി എനിക്ക് പേടിയാണ് സർ. അയാളൊരു ഭർത്താവായിട്ട് എനിക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഒരു നാണക്കേട് ഒഴിവാക്കാൻ ഞാൻ അങ്ങനെ ഒരാളെ സ്വീകരിക്കണോ? മോളെ, നീ എടുക്കാൻ പോകുന്നത് ചെറിയൊരു തീരുമാനമല്ല. അത് നന്നായി ആലോചിക്കണം. ഗിരി സഞ്ജയിനെ പോലെ അല്ല. ഉള്ളില് വിഷം നിറച്ച് പുറത്ത് ചിരിച്ചു കാണിക്കാൻ ഗിരിക്ക് അറിയില്ല. മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയും. അങ്ങനെയുള്ളവരെ വിശ്വസിക്കാം. ഗിരി നല്ലൊരു പയ്യനാണെന്നാ എനിക്ക് തോന്നുന്നത്. സാർ എന്താ ഗിരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? ഗിരി ഒരു ഗുണ്ടയല്ലേ? അല്ല മോളെ, ഒരു കാര്യമില്ലാതെ ഗിരി ആരെയും ദ്രോഹിക്കാറില്ല. അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഗോപാൽജിക്ക് വേണ്ടിയാണ്. അവന്റെ മീതെ അയാൾക്കുള്ള സ്വാധീനം കുറഞ്ഞാൽ അവൻ തനിയെ നന്നാകും. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവനൊരിക്കലും സഞ്ജയിനെ പോലെ മോളെ ചതിക്കില്ല. അവസാനം വരെ കൂടെ ഉണ്ടാകും. മോളെ, ചേരേണ്ടവർ തമ്മിലെ ദൈവം ചേർക്കൂ. എനിക്ക് ഇതൊരു ദൈവനിശ്ചയായിട്ട് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഗിരിയെ കല്യാണം കഴിച്ച അച്ഛന്റെ ആത്മാവിനെ അപമാനിക്കുന്നത് പോലെ ആവില്ലേ? മോളെ, ഗിരിയെ പറ്റി എപ്പോഴെങ്കിലും മാധവൻ മോളോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. മാധവനും ഗിരിയും പല കാര്യങ്ങളിലും തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ മാധവന് എന്നും ഗിരിയെ ഇഷ്ടമായിരുന്നു. അവന്റെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിൽ അവൻ പഠിച്ച് നല്ല നിലയിലെത്തുമായിരുന്നെന്ന് മാധവൻ പലപ്പോഴും പറയുമായിരുന്നു. മോള് ഗിരിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച മാധവന് വിഷമമൊന്നും ഉണ്ടാവില്ല. മോൾക്കും കുടുംബത്തിനും നല്ലതെന്താണെന്ന് മോക്ക് നന്നായിട്ട് അറിയാം.
ഇനി തീരുമാനം എടുക്കേണ്ടത് മോള് തന്നെ.